കല്യാണത്തിന് മുന്നേ ഞാൻ എന്ത് ചെയ്താലും ഓക്കെ ഓക്കെ ഇപ്പൊ പിന്നെ സൂപ്പർ എന്ന് പറയും. ഇപ്പൊ എന്ത് ചെയ്താ എന്തേ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് വർക്കുള്ളൊരു ദിവസമാണ്. വർക്കുള്ളൊരു ദിവസത്തെ രാവിലത്തെ എൻ്റെ കുറച്ച് ഒരുക്കങ്ങളാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞു. ഞാൻ രാവിലെ എണീറ്റ് കുറച്ച് നേരം ജനലൊക്കെ തുറന്നിങ്ങനെ പുറത്തേക്ക് നോക്കി നിൽക്കാറുണ്ട്. ആൾക്കാരൊക്കെ നടന്നു പോകണ വീക്ഷിക്കാറുണ്ട്. അതൊരു ശീലമായിപ്പോയി. എന്തോ ഒരു പോസിറ്റീവ് എനർജിയാണ് ഇതേപോലെ പുറത്തൊക്കെ നോക്കി നിൽക്കുന്നത് കുറച്ച് നേരം. അത് കഴിഞ്ഞ് നേരെ അലക്കാനിട്ടു. കുറച്ച് ഡ്രസ്സ് ഉണ്ടായിരുന്നുള്ളൂ, 2-3 ഡ്രസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ മെയിനായിട്ട് ബെഡ്ഷീറ്റാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് വേഗം അലക്കാനിട്ടു. രാവിലെ തന്നെ എൻ്റെ കുളി കഴിയട്ടോ. കുളി കഴിഞ്ഞ് എനിക്ക് പകുതി പണി കഴിഞ്ഞൊരു ഫീലാണ്. അതുകൊണ്ട് ഞാൻ രാവിലെ എണീറ്റ് അപ്പം തന്നെ കുളിക്കും. ഹെയർ വാഷ് ചെയ്യൽ ഡെയിലി ഞാൻ ചെയ്യാറില്ല, അതൊന്നരാടേ ചെയ്യാറുള്ളൂ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാനൊരു ഡ്രസ്സ് ഇടാമെന്ന് വിചാരിച്ചപ്പോഴാണ് എൻ്റെ ഒരു ടോപ്പ് ഭയങ്കരമായിട്ട് ടൈറ്റായി. ഞാനത് ഇന്നും വിചാരിക്കും ഒരു സ്റ്റിച്ച് അഴിച്ച് കളയണമെന്ന്. അങ്ങനെ ഞാനത് അഴിച്ച് കളയാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. ഇത് കോഡ് സെറ്റാണ് കേട്ടോ. കുറച്ച് നാളായി, പക്ഷെ നല്ലതാണ്, നല്ല തുണിയാണ്, നല്ല മെറ്റീരിയലാണ്. ഞാൻ ഷോപ്പിൽ നിന്ന് തന്നെ എടുത്തതാണ്. എനിക്കാണെങ്കിൽ ചെറുതായിട്ടൊരു കോൾഡ് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ശബ്ദം വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഭയങ്കര മോശമായിട്ടാണ് ഇരിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കണു. അങ്ങനെ രാവിലെ എനിക്കങ്ങനെ വലിയ മേക്കപ്പ് ഇടാനൊന്നും അറിയണ ഒരാളൊന്നല്ല. ഞാൻ ബേസിക്കായിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ: 1, മോയ്സ്ചറൈസർ ഇടും. 2, സൺസ്ക്രീൻ ഞാൻ എപ്പോഴും ഇടാറില്ല, ശരിക്കും ഇടണമെന്നാണ്. എൻ്റെ സ്കിന്ന് കുറച്ച് സെൻസിറ്റീവ് ആയതുകൊണ്ട് എനിക്ക് മിക്ക സൺസ്ക്രീനും പറ്റാറില്ല. അതുകൊണ്ട് ഞാൻ മോയ്സ്ചറൈസർ ഇട്ടു, ചെറുതായിട്ടൊന്ന് പൗഡർ ഇട്ടു, ലിപ്സ്റ്റിക് ഇട്ടു. പിന്നെ ഞാൻ ചെയ്യുന്ന ഐലൈനർ എഴുതാൻ. എനിക്ക് ചെറുപ്പം മുതലേ കണ്ണിങ്ങനെ വാലിട്ട് എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കണ്ണൊക്കെ വാലിട്ടിട്ട് എഴുതി. ഇതെന്തോ ഒരു ശീലമായിപ്പോയി. പ്രായമാവും തോറും വാലൊക്കെ മെല്ലെ മെല്ലെ പോകും തോന്നുന്നു. ആദ്യമൊക്കെ നല്ല നീട്ടി എഴുതായിരുന്നു. പിന്നെ വാലിൻ്റെ നീളവും കണ്ണെഴുത്തിൻ്റെ കനമൊക്കെ കുറഞ്ഞു വന്നു ഇപ്പോൾ. അങ്ങനെ ഞാൻ ഹെയർ സ്റ്റൈലിൻ്റെ കാര്യം പറയേ വേണ്ട. എപ്പോഴും ഉള്ള പോലെ തന്നെയുള്ള ഒരു സ്റ്റൈൽ. എനിക്ക് വേറെ പോണിയൊക്കെ ഞാൻ കെട്ടാറുണ്ട്, പക്ഷേ പോണി ടൈലൊക്കെ കെട്ടുമ്പോൾ ഹെൽമെറ്റ് വെച്ചിട്ട് 2 വീലറിൽ പോകുമ്പോൾ ഹെൽമെറ്റ് വയ്ക്കുമ്പോൾ എനിക്ക് മുടി ഒരു തടസ്സമായിട്ട് തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ശനിയാഴ്ചകളിൽ ജീൻസൊക്കെ ഇടുന്ന സമയത്താണ് കൂടുതൽ പോണി കെട്ടാറ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഒരു ചെറിയ ക്ലിപ്പ് വെച്ചിട്ട് 2 സൈഡിൽ നിന്ന് മുടി പിന്നിയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്യും. അതാണ് ഞാൻ ചെയ്യാറ്. അതിനെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. വർക്കിന് മുമ്പ് മിക്കപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്. എന്താ ചെയ്യാ, ഇനി എപ്പോഴും വിചാരിക്കും പുതിയ ഹെയർ സ്റ്റൈലൊക്കെ പഠിക്കണമെന്ന്. പക്ഷെ നടക്കാറില്ല എന്നല്ല, അത് പഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്താറില്ല, അതാണ് സത്യം. പിന്നെ ഹസ്ബൻഡ് അവിടെ തൊട്ടടുത്ത് കിടന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ എന്ത് ചെയ്താലും ചോദിക്കും കൊള്ളാമോ എന്ന്. അപ്പൊ കുറേ നേരം ചോദിക്കുമ്പോൾ കൊള്ളാന്ന് പറയും. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ കല്യാണത്തിന് മുന്നേ എന്ത് ചോദിച്ചാലും സൂപ്പർ സൂപ്പർ എന്ന് പറയും. കല്യാണത്തിന് ശേഷം ഓക്കെ ഓക്കെ അങ്ങനെയാണല്ലേ പറയാന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹസ്ബൻഡ് ഭയങ്കര ചിൽ ആൻഡ് കൂളാണ്. ആള് എന്താ പറയാ, ഇപ്പോഴത്തെ ഒരു ആൾക്കാരുടെ ഒരു മൈൻഡ് സെറ്റാണ്. ഞങ്ങൾ തമ്മിലൊരു 5 വയസ്സിന് ഡിഫറൻസ് ഉണ്ടെങ്കിലും ആള് നമ്മുടെ ഒരു വൈബിന് പറ്റിയ ആളാണ്. അപ്പോൾ അവിടെ ഇരുന്ന് ഓരോന്ന് കമൻ്റ് അടിക്കും. കാരണം അവർക്ക് ഡ്രസ്സ് മാറാനായിട്ട് അധികം സമയമൊന്നും വേണ്ട. അവർ 5-10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഡ്രസ്സ് മാറിയിട്ട്, ഞാൻ ലേറ്റ് ആകുമ്പോൾ ഞാൻ പറയും നിങ്ങൾ വേഗം റെഡി ആവുക, എന്നെയും കൂടി ലേറ്റ് ആക്കല. കാരണം ഞങ്ങൾ 2 പേരും ഒരുമിച്ചാണ് ഇറങ്ങുക ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ ആൾ എൻ്റെ ഇപ്പം കഴിയുമെന്ന് പറയല്ല, കണ്ണടച്ച് തുറക്കുന്ന നേരം കൊണ്ട് ആൾ റെഡി ആയിട്ടിരിക്കുന്നുണ്ടാവും. അപ്പം ഞാൻ എന്നത്തെയും പോലെ ഇന്നും ആളുടെ റെഡി ആവലൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കണം. വലിയ ഒരുക്കൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടേതായിട്ടുള്ള നോർമൽ റെഡി ആവലിനാണെങ്കിലും എനിക്ക് കുറച്ച് സമയം എടുക്കാറുണ്ട്. കുറേ ലേഖടിപ്പിക്കാറില്ല ഞാൻ, എന്നാലും കുറച്ച് സമയം എടുക്കാറുണ്ട്. അങ്ങനെ ഒരുക്കൊക്കെ കഴിഞ്ഞു. പിന്നെ അടുത്ത മെയിൻ സ്റ്റെപ്പ് സിന്ദൂരം തൊടലാണ്. അതിന് മുന്നത്തെ മെയിൻ സ്റ്റെപ്പാണ് ഈ ഫ്രണ്ടിലെ മുടി 2 വാല് ഇങ്ങനെ പുറത്തേക്ക് ഇടുന്നത്. എന്തൊക്കെ ചെയ്താലും അങ്ങനെ ഇട്ടാലും ഒരു സമാധാനമാവുള്ളൂ. അത് കഴിഞ്ഞ് സിന്ദൂരമൊക്കെ തൊട്ടു. ഇത്രേ ഉള്ളൂ കേട്ടോ മെയിനായിട്ട്. ഇങ്ങനെയൊക്കെയാണ് ഞാൻ രാവിലെ വർക്കിന് പോവാറ്. ഇതിൽ കോസ്റ്റ്യൂം മാത്രം വ്യത്യാസം ഉണ്ടാവുന്നുള്ളൂ, വേറെ ഒന്നും പ്രത്യേകിച്ച് വ്യത്യാസമില്ല. അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പം ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ ബൈ.